നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീൽ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണല്ലോ. ഒക്ടോബർ 3 കൊൽക്കത്തയിൽ തീ പറക്കുന്ന ഒരു പോരാട്ടം നടത്താൻ നമ്മുടെ ചുണക്കുട്ടികൾക്കാവട്ടെ. ഏതായാലും ബ്രസീൽ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായതിനു ശേഷം അവരുടെ കോച്ച് കാർലോ ആഞ്ചലോട്ടി നൽകിയ ആദ്യ അഭിമുഖം ESPN-നാണ്. അതിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ ബ്രസീലിൻ്റെ ഭാവിയെക്കുറിച്ച് മറ്റുമൊക്കെ സംസാരിച്ചു. സ്വാഭാവികമായിട്ടും ഇത്തരം ഇൻ്റർവ്യൂകളിൽ കുറച്ച് ഫൺ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ആഞ്ചലോട്ടിയോട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ ചോദിച്ചു. വിച്ച് പ്ലെയർ വുഡ് യു കോൾ ഫോർ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ചോദ്യമാണ്. ഒരു ബാർബിക്യൂവിന് ആരെ കൂടെ കൂട്ടും? ടോണി ക്രൂസ് എന്നാ മറുപടി. അതേസമയം ബീച്ചിൽ പോകാൻ എ ഡേ അറ്റ് ദി ബീച്ച് ആരെ കൂടെ കൂട്ടും ചോദിക്കുമ്പോൾ ഇൻസാഗി എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. ടൂർ ഓഫ് ദി ബെർണാബ്യൂവിലൊരു ടൂറിന് ആര് കർവാഹലിനെ കൂടെ കൂട്ടും എന്ന് പറയുന്നു. ഈ സീക്രട്ടുകൾ പറയാൻ നമുക്ക് കുറച്ച് രഹസ്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അത് പങ്കുവെക്കാൻ പറ്റിയ ഒരാൾ നാച്ചോ എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. നാച്ചോ. വെക്കേഷൻ ട്രിപ്പിന് പോകാൻ പറ്റിയ ആൾ, അതിന് പറ്റിയ വൈബിളുള്ള ആൾ വേണം. വിനി ജൂനിയർ എന്നാണ് മറുപടി പറഞ്ഞത്. ഒരു സിനിമക്ക് പോകാനോ, ഇപ്പോൾ സ്പൈഡർമാനൊക്കെ കാണാൻ തോന്നിയാൽ കൂടെ കൊണ്ടുപോകാൻ മാത്യൂസ് കുഞ്ഞ എന്നാണ് മറുപടി. അതുപോലെ റെഗ്യോള വിസിറ്റ് ചെയ്യാൻ വേണ്ടി ആരെ കൂടെ കൂട്ടുന്നു ചോദിക്കുമ്പോൾ ലുക്ക മോഡ്രിച്ച് എന്നാണ് മറുപടി. പിന്നെ ഒരു ചോദ്യമുണ്ട്, അതാണ് ചോദ്യം. ഇന്ന് ബ്രസീലിന് വേണ്ടി കളിക്കാൻ ലോകത്തെ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് ഒരു താരത്തെ നാച്ചുറലൈസ് ചെയ്യണം എന്ന് തോന്നിയാൽ നിങ്ങൾ ആരെ പറയും? മറുപടി ആരെയും പറയില്ല. ബ്രസീലിന് ആവശ്യത്തിന് പ്രതിഭകളുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. ഏതായാലും 2028 കോപ്പ അമേരിക്കയാണ് തൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2030 വേൾഡ് കപ്പ് പിന്നാലെ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരുക്കങ്ങളുടെ തുടക്കം ഈ ഓസ്ട്രേലിയ-ഇന്ത്യ ടൂറിലൂടെയാണ്. സോ നമുക്ക് കാത്തിരിക്കാം ഇന്ത്യ വേഴ്സസ് ബ്രസീൽ മത്സരത്തിനായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.